നമസ്കാരം. ബാങ്കോക്കിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയ വിമാനം ലാൻഡിങ്ങിനിടെ വാലറ്റം റൺവേയിലിടിച്ചു. ഇൻഡിഗോയുടെ 6E1060 എന്ന ഫ്ലൈറ്റാണ് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് വാലറ്റം ഇടിച്ചത്. സംഭവത്തിൽ വിമാന യാത്രികർക്കോ ജീവനക്കാർക്കോ പരിക്കില്ല. കാലാവസ്ഥ മോശമാണെന്ന് കണ്ടെത്തിയതോടെ താഴ്ന്നു പറക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വാലറ്റം ഇടിച്ചതെന്നും അടുത്ത ശ്രമത്തിന്റെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാനായി എന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിമാനത്തിന്റെ വാലറ്റം ഇടിച്ചുവെന്ന വിവരം വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരോ വിമാന കമ്പനിയോ എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചിട്ടില്ല. വിമാനത്തിന്റെ സുരക്ഷാ പരിശോധനകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഇൻഡിഗോ അറിയിച്ചു. വിമാനത്തിന്റെ വാലറ്റം ഇടിച്ചതിൽ ആശങ്ക വേണമെന്നും A321 വിമാനങ്ങളിലെ വാലിന് സാധാരണയിൽ അധികം നീളമുള്ളതിനാൽ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടെന്നും ഗുരുതരമല്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. വാലറ്റമിടിച്ച് പോറലുകൾ വീഴുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും മുംബൈ വിമാനത്താവള അധികൃതരും വിശദീകരിക്കുന്നു. കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയും തുടർന്നാണ് 14 ഫ്ലൈറ്റുകളെങ്കിലും കഴിഞ്ഞ ദിവസം ഒന്നിലധികം വട്ടം കറങ്ങിയെത്തിയ ശേഷം ലാൻഡ് ചെയ്തിരുന്നു. 3 ഫ്ലൈറ്റുകൾ മഴയെ തുടർന്ന് വഴിതിരിച്ചു വിട്ടുവെന്നും വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കി. മോശം കാലാവസ്ഥയെ തുടർന്ന് അവസാന നിമിഷമാണ് ഈ ലാൻഡിംഗ് ഉപേക്ഷിച്ചത്. പറന്നുയരുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റൺവേയിൽ തട്ടിയതും പിന്നീട് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇതിനിടെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. തായ്വാനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ Boeing 747 വിമാനത്തിന്റെ ചിറക് റൺവേയിൽ ഇടിച്ചു. ഇടയുടെ ആഘാതത്തിൽ വിമാനത്തിൽ നിന്ന് തീപ്പൊരിയേർന്നു. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്നാൽ അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. യുണൈറ്റഡ് പാർസൽ സർവീസ് എക്സ്പ്രസ് കാർഗോ വിമാനം 5x61 വിമാനമാണ് ചുഴലിക്കാറ്റിൽ ആടിയുലഞ്ഞത്. തായ്വാനിലെ തായ്പേയിൽ ലാൻഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം ശക്തമായി ചുഴലിക്കാറ്റിൽ പിടിക്കുകയായിരുന്നു. റൺവേയിലേക്ക് അടുക്കും തോറും വിമാനം കൂടുതൽ ഉലയുന്നതും പുറത്തുവന്ന വീഡിയോയിൽ കാണാം. ഇതിന് പിന്നാലെ വിമാനത്തിന്റെ വലതു ചിറക് റൺവേയിൽ ഉരയുന്നതും തീപ്പൊരികൾ ഉയരുകയും ചെയ്തു. എന്നാൽ പിന്നീട് വിമാനം പറന്നുയരുകയും 3 തവണ ശ്രമിച്ചതിനു ശേഷമാണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞതുമെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. തായ്പേ തായ്വാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേ 05L രാത്രിയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ UPS ഫ്ലൈറ്റ് 5x61 എഞ്ചിൻ ബോർഡ് ഇടിച്ചതായി വ്യോമസേന സുരക്ഷാ ശൃംഖല അറിയിച്ചു. കൂടുതൽ അപകടങ്ങളില്ലാതെ വിമാനം ലാൻഡ് ചെയ്തുവെന്നും ചിറകുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും വ്യോമയാന ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെക്കൻ തായ്വാനിലുടനീളം പൊടിൽ ചുഴലിക്കാറ്റ് വീശിയിരുന്നു. മണിക്കൂറിൽ 191 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റടിച്ചത്. ചുഴലിക്കാറ്റിന് പിന്നാലെ വ്യോമയാന ഗതാഗത സംവിധാനം താറുമാറാകുകയായിരുന്നു. 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. സുരക്ഷാ നടപടിയായി 8000-ലധികം താമസക്കാരെ ഒഴിപ്പിച്ചതായി അധികൃതർ പറഞ്ഞു. ഒരാളെ കാണാതായിട്ടുണ്ട്. 112 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം വിമാനയാത്രയ്ക്കിടെ ഏറെ നേരം കോക്പിറ്റ് വാതിൽ തുറന്നിട്ട പൈലറ്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ബ്രിട്ടീഷ് എയർവേസ്. ലണ്ടൻ ഹീത്രോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുന്ന വിമാനത്തിലാണ് യാത്രക്കാരെ ആശങ്കപ്പെടുത്തിയ സംഭവം അരങ്ങേറിയത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന തന്റെ കുടുംബത്തിന് താൻ വിമാനം നിയന്ത്രിക്കുന്നത് കാണുവാൻ വേണ്ടിയാണ് പൈലറ്റ് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത്. വിമാനം റാഞ്ചുകയോ തീവ്രവാദ ആക്രമണ സാധ്യതയോ ഉണ്ടാകുന്നത് തടയാനായി യാത്രക്കിടെ വിമാനത്തിന്റെ കോക്പിറ്റ് വാതിലുകൾ അടച്ചിടുകയാണ് പതിവ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന തന്റെ കുടുംബക്കാർ താൻ വിമാനം നിയന്ത്രിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇതിനായി കോക്പിറ്റ് വാതിൽ തുറന്നിടുകയായിരുന്നുവെന്നും ക്യാപ്റ്റൻ വിശദീകരണം നൽകിയതായി ഡിസാൻ മാസിക റിപ്പോർട്ട് ചെയ്തു. സംഭവം വിവാദമായതിന് പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച കുറ്റത്തിന് പൈലറ്റിനെ ബ്രിട്ടീഷ് എയർവേസ് സസ്പെൻഡ് ചെയ്തു. കോക്പിറ്റ് വാതിൽ ഏറെ നേരം തുറന്നിട്ടിരിക്കുന്നത് ക്രൂവും യാത്രക്കാരും ശ്രദ്ധിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ യാത്രക്കാരും അസ്വസ്ഥരായി എന്നും ദി സൺ റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് എയർവേസ് ജീവനക്കാർ പൈലറ്റിനെ കുറിച്ച് എയർലൈനിൽ റിപ്പോർട്ട് ചെയ്തു. മറ്റു ജീവനക്കാരുടെ പരാതിക്ക് പിന്നാലെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അധികൃതർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പൈലറ്റിനെതിരെയുള്ള നടപടിക്ക് പിന്നാലെ തിരിച്ചു ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ സർവീസ് റദ്ദാക്കി. യാത്രക്കാർക്കുള്ള ബദൽ സർവീസ് ബ്രിട്ടീഷ് എയർവേസ് കമ്പനി വാഗ്ദാനം ചെയ്തു. സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അടിയന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടെ തന്നെ 13-ാം വയസ്സിൽ വിമാനം പറത്തി 7 വൻകരകളിലേക്ക് യാത്ര നടത്തി ഒടുവിൽ അന്റാർട്ടിക്കയിൽ കുടുങ്ങി 19-കാരൻ പൈലറ്റ്. ക്യാൻസർ ഗവേഷണത്തിനായി $1 മില്യൺ സമാഹരിക്കുന്നതിനിടെയാണ് ഏദൻ ഗുവോ എന്ന 19-കാരൻ 7 വൻകരകളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനായി തീരുമാനിച്ചത്. സ്വന്തം വിമാനത്തിലായിരുന്നു യാത്ര. ചിലിയുടെ സമ്മതമില്ലാതെ അന്റാർട്ടിക്കയിൽ വിമാനം ലാൻഡ് ചെയ്ത ഏദൻ ഗുവോ ജൂൺ 18 മുതൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏദൻ വിമാനം പറത്തിയത്. അനുമതിയില്ലാതെയായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. ഇത്തരത്തിൽ നിരവധി ദേശീയ രാജ്യാന്തര നിയമങ്ങൾ ഏദൻ ലംഘിച്ചതായി ചിലിയൻ പ്രോസിക്യൂട്ടർ ക്രിസ്റ്റ്യൻ ക്രിസ്റ്റോവ വ്യക്തമാക്കി.
വിമാനം പറത്തുന്നതിനിടെ ഗുവോയ്ക്ക് ആകാശത്ത് ചില സങ്കീർണതകൾ നേരിടേണ്ടി വന്നതായാണ് അദ്ദേഹത്തിന്റെ നിയമവിദഗ്ധരുടെ വാദം. എന്നാൽ വ്യാജമായ പദ്ധതിയിലൂടെ ഗുവോ വിമാനം പറത്തിയതിന് യുവാവിനെതിരെ കേസെടുത്തതായി ക്രിസ്റ്റോസു അറിയിച്ചു. നിലവിൽ ഐസ്ലാൻഡിലെ സൈനിക ആസ്ഥാനത്താണ് ഗുവോ ഉള്ളത്. ദക്ഷിണാഗോളത്തിലെ കൊടും ശൈത്യം കാരണം ഇവിടെ വിമാനങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ 6 ആഴ്ചയിലേറെയായി ഗുവോ സൈനികാസ്ഥാനത്ത് തുടരുകയാണ്. 30 ദിവസത്തിനകം ക്യാൻസർ ഫൗണ്ടേഷന് 30,000 രൂപ നൽകുമെന്ന് ഗുവോ ഉറപ്പു നൽകി. കാലാവസ്ഥ അനുയോജ്യമായാൽ ദൌത്യം തുടരുമെന്നും ഗുവോ അറിയിച്ചു. മിലിറ്ററി സഹായത്തിനും എയർക്രാഫ്റ്റ് സുരക്ഷയ്ക്കും ചെലവായ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കാമെന്നും ഗുവോ വ്യക്തമാക്കിയിട്ടുണ്ട്. 3 വർഷത്തേക്ക് ഗുവോ ചിലയിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. ഏഷ്യൻ അമേരിക്കൻ പൈലറ്റും സമൂഹമാധ്യമ ഇൻഫ്ലുവൻസറുമാണ് 19-കാരനായ ഏദൻ ഗുവോ. സമൂഹമാധ്യമത്തിൽ 1.4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. 13 വയസ്സ് മുതൽ വിമാനം പറത്താൻ തുടങ്ങിയ ഗുവോ 17-ാം വയസ്സിൽ സ്വകാര്യ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി. 700 മണിക്കൂറോളം വിമാനം പറത്തിയിട്ടുണ്ട്. 3 തവണ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്നു. ഇതിനോടകം തന്നെ 6 വൻകരകളിലൂടെ വിമാനം പറത്തിയ ഗുവോ സ്പോൺസർഷിപ്പിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുന്ന കണ്ടന്റിലൂടെയുമാണ് പണം സമാഹരിക്കുന്നത്. 2021 ബന്ധുവായ കുട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചതോടെയാണ് ഗുവോ അർബുദബാധിതയായ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം സമാഹരിക്കാൻ തുടങ്ങിയത്. ഇനി മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ, വിമാനയാത്രയ്ക്കിടെ മുന്നിലിരുന്ന യാത്രക്കാരിയെ അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത യാത്രക്കാരനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി ജോസിന്റെ പേരിലാണ് വലിയതുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ വെള്ളിയാഴ്ചയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ വെച്ചാണ് സ്ത്രീക്ക് യാത്രക്കാരനിൽ നിന്ന് മോശം അനുഭവമുണ്ടായത്. മുൻ സീറ്റിലിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവതിയുടെ ശരീരഭാഗത്തിൽ പിൻസീറ്റിലിരുന്ന ജോസ് കാലുകൊണ്ട് സ്പർശിക്കുകയായിരുന്നു. അതിക്രമ ശ്രമം വ്യക്തമാക്കി യുവതി നൽകിയ പരാതിയിലാണ് ജോസിനെ അറസ്റ്റ് ചെയ്തത്. വിമാനം തിരുവനന്തപുരത്ത് എത്തിയതോടെ യുവതി എയർലൈൻസ് അധികൃതരെ വിളിച്ച് പരാതി അറിയിക്കുകയായിരുന്നു. എയർലൈൻസ് അധികൃതരാണ് വലിയതുറ പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് എത്തി യുവതിയിൽ നിന്നും രേഖാമൂലം പരാതി എഴുതി വാങ്ങി. തുടർന്ന് ജോസിനെ ഇയാളെ വിമാനത്താവളത്ത് നിന്ന് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡ് ചെയ്തു. ഈ കോലാഹലങ്ങൾക്കിടെ ആശ്വാസമായ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. വിദേശ യാത്രക്കാർക്ക് ക്യൂ ഇല്ലാതെ വേഗത്തിൽ യാത്ര ചെയ്യുവാൻ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 3ാമത്തെ കിയോസ്ക് തുറന്നു. ബ്യൂറോ ഓഫ് എമിഗ്രേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റ് ആൻഡ് ട്രാവൽ പ്രോഗ്രാമിന്റെ പുതിയ കിയോസ്ക് എയർപോർട്ട് ഡയറക്ടർ ജി മനുവും ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി കൃഷ്ണരാജും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എമിറേറ്റ്സ് വിമാനത്തിൽ നോർവേയിലേക്ക് പോകാനെത്തിയ തിരുവനന്തപുരം PTP നഗർ സ്വദേശി നീൽ മാത്യുവിന്റെ 4-അംഗ കുടുംബമാണ് കിയോസ്ക് സേവനങ്ങൾ ആദ്യമായി ഉപയോഗപ്പെടുത്തിയത്. ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുവാനും ഒപ്പം ബയോമെട്രിക് വിവരങ്ങൾ നൽകുവാനും ഇതിലൂടെ സാധ്യമാകും. ഒരു തവണ രജിസ്റ്റർ ചെയ്തവർക്ക് ഏത് വിദേശ യാത്രയിലും സ്മാർട്ട് ഗേറ്റുകൾ വഴി 20 സെക്കൻഡുകൾക്കുള്ളിൽ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. പദ്ധതിയിൽ ചേർന്നതിന് ഓൺലൈനായി അപേക്ഷിക്കാൻ വെബ്സൈറ്റ് വഴി ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം.